ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ കോസറ്റീവ് വെർബ്സ്? അതിൽ ഗെറ്റ് എന്ന ഒരു കോസറ്റീവ് വെർബ് പഠിച്ചിട്ടില്ലേ? ആ ഒരു കോസറ്റീവ് വെർബ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇത്. ഗെറ്റ് പ്ലസ് ഓബ്ജെക്റ്റ് പ്ലസ് V3. ഈ ഒരു സ്ട്രക്ചർ നമ്മുടെ കോൺവെർസേഷനിൽ എത്രയധികം യൂസ്ഫുൾ ആണ് എന്ന് ഇത് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. നമ്മൾ സാധാരണ പറയാറുള്ള ചില സിമ്പിളായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. ഒരാളോട് ഒരു കാര്യം ചെയ്യൂ എന്ന് പറയില്ലേ? ഒരാളോട് ഒരു കാര്യം ചെയ്യൂ, ഇവിടെ വരൂ, അവിടേക്ക് പോകൂ, ആ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യൂ, തുണികളൊക്കെ വാഷ് ചെയ്യൂ, ആ ഷർട്ട് അയൺ ചെയ്യൂ. ഇതൊക്കെ നമ്മൾ ഡെയിലി പറയുന്നതാണ്. ഇത് സാധാരണ ഒരാളോട് പറയുന്നതാണ്, ഒരാളോട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലേ? ഇതിനെ ഇംപെറേറ്റീവ് സെൻറ്റൻസസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. നമുക്കത് റിക്വസ്റ്റിൻ്റെ രൂപത്തിൽ പറയാം, അതല്ലെങ്കിൽ ഓർഡറിൻ്റെ രൂപത്തിലും പറയാം. അത് ഇംഗ്ലീഷിൽ പറയാൻ വളരെ ഈസിയാണ്. ഫോർ എക്സാമ്പിൾ, കം ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് വരൂ, വളരെ ഈസിയാണ്. വേർബ് കം, ഹിയർ ഇവിടേക്ക് വരൂ എന്നാണ്. ഇനി ഗോ ദേർ എന്ന് പറഞ്ഞാലോ അവിടേക്ക് പോകൂ, ഗോ ഒരു വേർബാണ് ആദ്യം വെച്ചത്. സ്പീക്ക് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് സംസാരിക്കൂ. വാഷ് ദ ഡ്രസ്സസ്, ഡ്രസ്സസ് വാഷ് ചെയ്യൂ. ഓപ്പൺ ദ ഡോർ, ഡോർ ഓപ്പൺ ചെയ്യൂ. ക്ലോസ് ദ വിൻഡോസ്, വിൻഡോസ് ക്ലോസ് ചെയ്യൂ. എത്ര ഈസി ആയിട്ട് അത് നമുക്ക് പറയാം. ആദ്യം വേർബിൻ്റെ ബേസ് ഫോമാണ് സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ സ്പീക്ക് എന്നത് വേർബാണ്, വേർബിൻ്റെ ബേസ് ഫോമാണ് ഉപയോഗിച്ചത്. അത് കഴിഞ്ഞിട്ട് ഓബ്ജക്റ്റ്. വാഷ് ദ ഡ്രസ്സസ് എന്ന് പറയുമ്പോൾ ഡ്രസ്സ് വാഷ് ചെയ്യൂ എന്നാണല്ലോ, അപ്പോൾ വാഷ് എന്നത് വേർബാണ്, വേർബിൻ്റെ V1 ഫോമാണ് പിന്നെ ഉപയോഗിച്ചത്. വാഷ് ദ ഡ്രസ്സസ്, ഡ്രസ്സസ് ഓബ്ജക്റ്റ് ആണ്. അപ്പോൾ V1 പ്ലസ് ഓബ്ജക്റ്റ് ഉപയോഗിച്ചാൽ ഇത്തരത്തിലുള്ള സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പറയാം. ഇനി വേണമെങ്കിൽ അതോട് റിക്വസ്റ്റിൻ്റെ രൂപത്തിൽ പറയാം. റിക്വസ്റ്റ് ആണെങ്കിൽ പ്ലീസ് വാഷ് ദ ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് വാഷ് ചെയ്യൂ എന്ന് നമ്മൾ വളരെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് ഓർഡറിൻ്റെ രൂപത്തിലും ഇതൊക്കെ പറയാം. അപ്പോൾ ഇതൊക്കെ സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇത് നമ്മൾ ഡയറക്റ്റ്ലി ഒരാളോട് പറയുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത് നേരിട്ട് ഒരാളോട് പറയുന്നതല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള സ്ട്രക്ചർ അതല്ല. ഇത് ഒരാളോട് പറയുന്നത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ്. ഫോർ എക്സാമ്പിൾ, ആ റൂം ക്ലീൻ ചെയ്യിക്കൂ എന്നാണെങ്കിലോ ഒരാളോട് നമ്മൾ നേരിട്ട് പറയുന്നത് എന്താണ്? വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കൂ എന്നല്ലേ? അപ്പോൾ ചെയ്യൂ എന്ന് പറയുന്നതും ചെയ്യിപ്പിക്കൂ എന്ന് പറയുന്നതും തമ്മിൽ ഡിഫറൻ്റ് അല്ലേ? അതുപോലെ ആ റൂം ഒന്ന് ക്ലീൻ ചെയ്യൂ എന്ന് പറയുന്നതും റൂം ക്ലീൻ ചെയ്യിക്കൂ എന്ന് പറയുന്നതും വളരെ ഡിഫറൻ്റ് ആണ്. അവിടെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ വേണം. അവിടെയാണ് നമ്മൾ ഗെറ്റ് എന്ന കോസറ്റീവ് വേർബ് ഉപയോഗിക്കാൻ പോകുന്നത്. ഗെറ്റ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് V3 ഫോം ഓഫ് ദ വേർബ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. V3 ഫോം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വേർബ്. അപ്പോൾ ഇനി നമുക്ക് ഓരോ എക്സാമ്പിളായിട്ട് നോക്കാം. ആ ഡ്രസ്സ് വാഷ് ചെയ്യിക്കൂ എന്നാണ് ഒരാളോട് നമ്മൾ പറയുന്നത്. ഡ്രസ്സ് വാഷ് ചെയ്യിക്കൂ, അവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സ്ട്രക്ചർ ഗെറ്റ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് V3 ആണ്. ഗെറ്റ് എന്നത് ആദ്യം ഉപയോഗിക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കേണ്ടത് ഓബ്ജക്റ്റ് ആണ്. ഡ്രസ്സ് വാഷ് ചെയ്യിക്കൂ എന്ന് പറയുമ്പോൾ ഡ്രസ്സാണ് അവിടെ ഓബ്ജക്റ്റ്. ഗെറ്റ് ദ ഡ്രസ്സസ് വാഷ്ഡ്, വാഷ് എന്ന വേർബിൻ്റെ V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് വാഷ്ഡ്. ഗെറ്റ് ദ ഡ്രസ്സസ് വാഷ്ഡ് എന്ന് പറഞ്ഞാൽ ആ ഡ്രസ്സ് ഒന്ന് വാഷ് ചെയ്യിക്കൂ. ആ റൂം ഒന്ന് ക്ലീൻ ചെയ്യിക്കൂ എന്നാണെങ്കിലോ ക്ലീൻ എന്നതാണ് അവിടെ വേർബ്. ഓബ്ജക്റ്റ് റൂമാണ്. ഗെറ്റ് ദ റൂം ക്ലീൻഡ്, ക്ലീൻഡ് എന്നതാണ് V3 ഫോം. അപ്പോൾ ഗെറ്റ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് V3 ഫോം ഉപയോഗിച്ചാൽ വളരെ ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള സെൻറ്റൻസസ് ഉണ്ടാക്കാം. അത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ. ഇനി ആ ലെറ്റർ എഴുതിക്കൂ എന്ന് പറഞ്ഞാലോ ഗെറ്റ് ദ ലെറ്റർ റിട്ടൺ, ആ കാർ ഒന്ന് സർവീസ് ചെയ്യിപ്പിക്കൂ. ഗെറ്റ് ദ കാർ സർവീസ്ഡ്, ആ കാർ ഒന്ന് വാഷ് ചെയ്യിപ്പിക്കൂ എന്ന് പറഞ്ഞാലോ ഗെറ്റ് ദ കാർ വാഷ്ഡ്. എൻ്റെ മൊബൈൽ ഒന്ന് റിപ്പയർ ചെയ്യിക്കൂ എന്ന് പറഞ്ഞാലോ ഗെറ്റ് മൈ മൊബൈൽ റിപ്പയർഡ്. ഭക്ഷണം പാകം ചെയ്യിക്കൂ എന്നാണെങ്കിലോ ഗെറ്റ് ദ ഫുഡ് കുക്ക്ഡ്. നോക്കൂ, അവിടെ ഉപയോഗിക്കുന്നത് ഗെറ്റാണ്. നമ്മൾ ഇതെല്ലാം ഗെറ്റ് എന്ന ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത്. ആ വർക്ക് ഒന്ന് ചെയ്യിക്കൂ എന്നാണെങ്കിൽ ഗെറ്റ് ദ വർക്ക് ഡൺ, അതൊന്ന് ചെയ്യിക്കൂ, ഗെറ്റ് ഇറ്റ് ഡൺ. ഈ വീടൊന്ന് പെയിൻറ് ചെയ്യിക്കൂ, ഈ വീടൊന്ന് പെയിൻറ് ചെയ്യിക്കൂ. ഗെറ്റ് ദിസ് ഹൗസ് പെയിൻറ്റഡ്, ഗെറ്റ് ദിസ് ഹൗസ് പെയിൻറ്റഡ്.
വേറെ സ്ട്രക്ചർ ഉപയോഗിക്കുന്ന സെൻറ്റൻസിലും നമുക്ക് ഈ ഒരു ഗെറ്റ് പ്ലസ് ഓബ്ജെക്റ്റ് പ്ലസ് V3 എന്ന സ്ട്രക്ചർ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ വാണ്ട് ടു നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് വാണ്ട് ടു. ഐ വാണ്ട് ടു റൈറ്റ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? ഐ വാണ്ട് ടു റൈറ്റ് എ ലെറ്റർ, ഞാൻ ഒരു ലെറ്റർ എഴുതാൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ. ഇനി ഞാൻ ഒരു ലെറ്റർ എഴുതിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണെങ്കിലോ, ഒരു ലെറ്റർ എഴുതിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഐ വാണ്ട് ടു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്ട്രക്ചർ വയ്ക്കുക. ഐ വാണ്ട് ടു ഗെറ്റ് എ ലെറ്റർ റിട്ടൺ. നോക്കൂ, ഐ വാണ്ട് ടു അത് അങ്ങനെ തന്നെ ആ സ്ട്രക്ചർ ഉപയോഗിച്ചു. പിന്നീട് നമ്മൾ ഗെറ്റ് എന്ന സ്ട്രക്ചർ ഉപയോഗിക്കുന്നു. അപ്പോൾ ചെയ്യിപ്പിക്കാൻ എന്ന മീനിങ് വന്നു. ഐ വാണ്ട് ടു റൈറ്റ് എ ലെറ്റർ, ഞാനൊരു ലെറ്റർ എഴുതാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ഗെറ്റ് എ ലെറ്റർ റിട്ടൺ, ഞാനൊരു ലെറ്റർ എഴുതിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു വാഷ് ദീസ് ക്ലോത്ത്സ്, ഞാൻ ഈ ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ഗെറ്റ് ദീസ് ക്ലോത്ത്സ് വാഷ്ഡ്, ഞാൻ ഈ ഡ്രസ്സസ് ഒക്കെ, ഞാൻ ഈ ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ വീട് പെയിൻറ് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ഗെറ്റ് ദിസ് ഹൗസ് പെയിൻറ്റഡ്. ഇനി ഐ വാണ്ട് ടു അതിന് പകരം വേറെ സബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് ഷീ വാണ്ട്സ് ടു അങ്ങനെ ഉപയോഗിക്കാം. ഷീ വാണ്ട്സ് ടു ഗെറ്റ് ദിസ് ഹൗസ് പെയിൻറ്റഡ്, അവൾ ഈ വീട് പെയിൻറ് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വാണ്ട് ടു എന്ന സ്ട്രക്ചറിനൊപ്പം നമ്മൾ ഗെറ്റ് പ്ലസ് ഓബ്ജെക്റ്റ് പ്ലസ് V3 എന്ന സ്ട്രക്ചറും ഉപയോഗിച്ചു. അപ്പോൾ ഏത് സ്ട്രക്ചറിനൊപ്പവും ഉപയോഗിക്കാം. പിന്നെ വേറൊരു സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എബൌട്ട് ടു. ഐ ആം എബൌട്ട് ടു ക്ലീൻ മൈ റൂം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ പോകുകയാണ് എന്നല്ലേ. അപ്പോൾ ഞാൻ ഈ റൂം ക്ലീൻ ചെയ്യിപ്പിക്കാൻ പോവുകയാണ് എന്നാണെങ്കിലോ, ഐ ആം എബൌട്ട് ടു ഗെറ്റ് ദിസ് റൂം ക്ലീൻഡ്. ഐ ആം എബൌട്ട് ടു അവിടെ വരെ അതുപോലെ തന്നെ ഉപയോഗിച്ചു. പിന്നീട് ഗെറ്റ് എന്ന സ്ട്രക്ചർ ഉപയോഗിക്കുക. ഐ ആം എബൌട്ട് ടു ഗെറ്റ് ദിസ് റൂം ക്ലീൻഡ്. ഞാൻ എൻ്റെ കാർ സർവീസ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ സർവീസ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ഐ ആം എബൌട്ട് ടു ഗെറ്റ് മൈ കാർ സർവീസ്ഡ്. ഷീ ഈസ് എബൌട്ട് ടു ഗെറ്റ് ഹെർ കാർ സർവീസ്ഡ്. അവൾ അവളുടെ കാർ സർവീസ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ ഒപ്പം ഉപയോഗിക്കാം, ഡിഫറെൻറ്റ് ടെൻസസിൻ്റെ ഒപ്പം ഉപയോഗിക്കാം, ഡിഫറെൻറ്റ് മോഡൽ വേർബ്സിൻ്റെ കൂടെ ഉപയോഗിക്കാം. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എന്നല്ലേ. ഐ ക്യാൻ, അവിടെ നമുക്ക് എനിക്ക് ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ കഴിയും എന്നാണെങ്കിലോ, സംസാരിക്കുക എന്നതിന് പകരം സംസാരിപ്പിക്കുക എന്നാക്കുമ്പോൾ അവിടെയും നമുക്ക് ഈ ഗെറ്റിൻ്റെ ഉപയോഗമുണ്ട്. സംസാരിപ്പിക്കുക എന്നല്ലേ. അപ്പോൾ ഐ ക്യാൻ ഗെറ്റ് ഇംഗ്ലീഷ് സ്പോക്കൺ, എനിക്ക് ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ കഴിയും. ഐ ക്യാൻ റൈറ്റ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ലെറ്റർ എഴുതാൻ കഴിയും. ഇനി ഐ ക്യാൻ ഗെറ്റ് എ ലെറ്റർ റിട്ടൺ. ഐ ക്യാൻ ഗെറ്റ് എ ലെറ്റർ റിട്ടൺ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ലെറ്റർ എഴുതിപ്പിക്കാൻ കഴിയും. മനസ്സിലായില്ലേ? ക്യാൻ എന്ന ആ ഒരു മോഡൽ വേർബ് കഴിഞ്ഞിട്ട് ഗെറ്റ് എന്ന സ്ട്രക്ചർ ഉപയോഗിച്ചു. ഞാൻ എൻ്റെ വീട് പെയിൻറ് ചെയ്യിപ്പിക്കും. ഞാൻ എൻ്റെ വീട് പെയിൻറ് ചെയ്യിപ്പിക്കും എങ്ങനെ പറയും? ഐ വിൽ, ചെയ്യിപ്പിക്കും എന്നല്ലേ. അപ്പോൾ ഐ വിൽ ഗെറ്റ് മൈ ഹൗസ് പെയിൻറ്റഡ്. ഞാൻ എൻ്റെ റൂം ക്ലീൻ ചെയ്യിപ്പിക്കും. ഐ വിൽ ഗെറ്റ് മൈ റൂം ക്ലീൻഡ്. ഐ വിൽ ഗെറ്റ് ഇറ്റ് ക്ലീൻഡ്, ഞാൻ അത് ക്ലീൻ ചെയ്യിപ്പിക്കും. ഞാൻ അത് വാഷ് ചെയ്യിപ്പിക്കും. ഐ വിൽ ഗെറ്റ് ഇറ്റ് വാഷ്ഡ്. ഈ ഒരു സ്ട്രക്ചർ ഗെറ്റ് പ്ലസ് ഓബ്ജെക്റ്റ് പ്ലസ് V3 ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സെൻറ്റൻസസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. മാത്രമല്ല സംസാരിക്കുമ്പോൾ ഇത് ഉപയോഗിക്കുക, ഒരുപാട് യൂസ്ഫുള്ളാണ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്.